നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല കൊഴുത്ത ചാറോടുകൂടിയുള്ള മീൻകറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. മീൻകറി ഇഷ്ടമുള്ളവർക്ക് വളരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണിത്. ബാച്ചിലേഴ്സിനാണെങ്കിലും വളരെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഞാനിവിടെ ഏതാണ്ട് 400 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. കേരമീനാണ് എടുത്തിരിക്കുന്നത്. ഏത് മീനായാലും കുഴപ്പമില്ല കേട്ടോ. ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് കറി വയ്ക്കാം. ഇനി മീനിൻ്റെ അളവും ഇത്രയും വേണമെന്നില്ല. നമുക്കൊരു 1/4 കിലോ മീനുണ്ടെങ്കിൽ ഇതുപോലെ കറി വയ്ക്കാം. ചാറ് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് തിക്കാക്കാം, അല്ലെങ്കിൽ ലൂസാക്കാം. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കറിയിൽ കുറച്ച് സവാളയൊക്കെ നമുക്ക് കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വലിപ്പമുള്ള സവാള എടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി സവാള മതിയാകും. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. 10 വെളുത്തുള്ളി അല്ലിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ തോലൊക്കെ കളഞ്ഞെടുത്താണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. അപ്പോൾ ഒരു ചെറിയ തക്കാളി എടുത്താൽ മതി. അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മീൻകറി കുറച്ചധികം പേർക്ക് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിപ്പൊടിയുടെ അളവ് കൂട്ടാട്ടോ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് എരിവുള്ള മീൻകറിയല്ല. നമ്മൾ സവാളയൊക്കെ അധികം ചേർത്തത് കൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് അത്രയും പോലും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടിയുടെ അളവ് കുറക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് ചതച്ചെടുക്കണം. അധികം അരഞ്ഞു പോവാതെ നോക്കണം. സവാളയുടെയും തക്കാളിയുടെയും നീരിൽ നമ്മുടെ പൊടികളെല്ലാം നനഞ്ഞു വരണം. ഇതുപോലെ ഇത് ഒട്ടും അരഞ്ഞു പോയിട്ടില്ല. പിന്നെ കുറേ സവാളയൊക്കെ ഒട്ടും ചതയാതെയും കിടക്കുന്നുണ്ട്. ഇനി ഒരു മൺചട്ടി അതിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം നമുക്കിതിലേക്ക് ഒരു 2 നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 3 ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. 2 പച്ചമുളകിൻ്റെ അറ്റം കീറി അത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ച മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തം മസാലയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 6 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കൈവിടാതെ തന്നെ ഒന്ന് വഴറ്റണം. അല്ലെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് അല്പം നേരം നമ്മൾ കൈവിട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പൊടികളൊക്കെ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈവിടാതെ തന്നെ 5 6 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആ ജാറ് കഴുകി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട കറിക്ക് വേണ്ട ലൂസിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് കുറച്ച് തിക്കായിട്ടാണ് കറി എടുത്തത്. നിങ്ങൾ ആ തുടക്കത്തിൽ കണ്ടതല്ലേ. ഇനി നമുക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ലൂസാണെങ്കിലും ഒരുപാട് അങ്ങനെ വെള്ളം പോലെയൊന്നും നമ്മുടെ കറി ഇരിക്കില്ല കേട്ടോ. അത്യാവശ്യം നല്ല മസാലകൾ ചേർത്തത് കൊണ്ട് അത്യാവശ്യം തിക്നെസ് തന്നെ നമ്മുടെ കറിക്ക് ഉണ്ടാവും. മീനിൻ്റെ മസാലയുടെ അളവ് കുറച്ചിട്ട് കുറച്ചും കൂടി ചാറോട് കൂടി വെച്ച കറിയും നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാവേ. അപ്പോൾ അത് അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കാനുള്ളത് കുടംപുളിയാണ്. അപ്പോൾ പുളി ഒന്ന് ഇതുപോലെ വലിയ കഷ്ണം പുളി എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ടാണ് ഇട്ട് കൊടുത്തത്. നമ്മുടെ മീൻ കറിക്ക് എപ്പോഴും അല്പം പുളി കൂടി നിൽക്കണം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം പുളി ചേർത്ത് കൊടുക്കാൻ. എന്ന് പറഞ്ഞു ഒരുപാട് പുളിയായി പോകരുത്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളെടുത്തിരിക്കുന്ന മീൻ വേവ് കുറവുള്ള മീനാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പം കേര ആയതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 8 മുതൽ 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അരപ്പ് നന്നായിട്ട് 1 മിനിറ്റ് തിളച്ചതിന് ശേഷം തന്നെ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ മീനിൻ്റെ വേവ് അനുസരിച്ച് 8-10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം.
ഇതിപ്പം കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് പോലും സവാളയൊക്കെ ഇതുപോലെ ചതയാതെ കിടക്കുന്നുണ്ടല്ലേ. സവാളയും തക്കാളിയൊക്കെ ചതയാതെ ചിലത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അധികം ചതയാതെ തന്നെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് നന്നായിട്ട് ചതച്ചിട്ട് തന്നെ വേണം അരപ്പെടുക്കാനായിട്ട്. കറി നന്നായിട്ട് തിളച്ചപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. വ്യത്യസ്ത രുചികളിലുള്ള ഒരുപാട് മീൻ കറികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഏതാണ്ട് 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും മൺചട്ടി ആയത് കാരണം 1-2 മിനിറ്റ് പതുക്കെ ഇങ്ങനെ ഇരുന്ന് തിളച്ചോളും. അപ്പോൾ ഇരിക്കുന്തോറും കറി കുറുകി വരും. പതുക്കെ ഒന്ന് ചൂട് പോയപ്പം ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ചൂടാറുമ്പം നന്നായിട്ട് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഇത് കുറുകി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീനിൻ്റെയും സവാളയുടെയൊക്കെ അളവ് കുറച്ചിട്ട് നല്ല ചാറോടുകൂടി എടുത്ത കറിയാണ് ഇത്. ഇതിലിനി പ്രത്യേകിച്ച് താളിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി തന്നെ നോക്കണം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയറും കൂടി ചെയ്തേക്കണം. താങ്ക്